എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? മത്തായി സുവിശേഷം 27:46 വാക്യം. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ ഇരുട്ട് സർവത്ര വ്യാപിച്ചിരുന്നു. ഇരുട്ടിൻ്റെ സ്വഭാവം എന്തായിരുന്നെന്ന് വിശദീകരിക്കാൻ പ്രയാസമുണ്ട്. പ്രകൃതി പോലും ഈ സംഭവത്തിൽ ഖേദം രേഖപ്പെടുത്തിയിരിക്കാം. യേശു ഈ സമയം മുഴുവൻ ധ്യാനരഹിതനായി കഴിഞ്ഞുകൂടി. വേദന അനുഭവിച്ചുകൊണ്ട് കുരിശിൽ കിടക്കുമ്പോൾ 22ാം സംഗീതം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെന്നൊന്ന് വിചാരിപ്പാൻ ന്യായമുണ്ട്. ആ സംഗീതം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന വാക്കുകളിലൂടെയാണ്. എന്തായാലും ഈ വാക്കുകളിൽ കർത്താവിൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഈ മൊഴി ആഴത്തിൽ നാം പഠിക്കുമ്പോൾ നസറേയനായ യേശു യഹൂദന്മാർ രാജാവ് എന്ന മേലെടുത്തായിരുന്നല്ലോ യേശുവിനെ ക്രൂശിൽ വച്ചിരുന്നത്. ആ രാജാവാണ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞത്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ദൈവം പോലും ഈ അവസരത്തിൽ കൈവിട്ടുപോ എന്ന് തോന്നത്തക്ക അനുഭവത്തിലൂടെയാണ് യേശുവിനെ കടക്കേണ്ടി വന്നത്. ഒരു മനുഷ്യനെന്ന നിലയിൽ തന്നെയാണ് യേശു ഈ സാഹചര്യത്തെ നേടുന്നത്. ഗെത്സമന തോട്ടത്തിൽ വെച്ച് തന്നെ തനിക്ക് കുടിക്കേണ്ടിയിരുന്ന പാനപത്രത്തിൻ്റെ കൈപ്പത്ര മാത്രമാണെന്നുള്ള സൂചന ലഭിച്ചിരുന്നു. കഴിയുമെങ്കിൽ ഈ പാനപത്രങ്ങളിൽ നീക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിച്ചതാണ്. എന്നാൽ പിതാവിൻ്റെ ഇഷ്ടം ഇതല്ല എന്ന് പിന്നീട് യേശു മനസ്സിലാക്കി. അവസാനം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴ്പ്പെട്ട് കൊടുത്തു. ഈ പാനപാത്രം കുടിക്കുന്നതിനാവശ്യമായ കൃപ ഉയർത്തുന്ന ലഭിക്കുന്നതിന് വേണ്ടി തന്നോടൊന്നിച്ച് പ്രാർത്ഥിപ്പാൻ യേശു ശിഷ്യന്മാരെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവർ ഉറങ്ങുകയാണ് ചെയ്തത്. കൂട്ടായ്മ ഏറ്റവും ആവശ്യമായ സമയത്ത് അവർ ഉറങ്ങിപ്പോയി. മാത്രമല്ല, അറസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പലായനം ചെയ്തുകൊണ്ടേയിരുന്നു. അമ്മ ഒഴികെ യേശുവിൻ്റെ കുടുംബക്കാർ നേരത്തെ തന്നെ യേശുവിനെ ഉപേക്ഷിച്ചിരുന്നതാണ്. പ്രസിദ്ധി ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളായിട്ടാണ് അവർ യേശുവിനെ പറ്റി ചിന്തിച്ചത്. അവർ കർത്താവിനോട് ഒരിക്കൽ പറഞ്ഞത് സ്മരണീയമാണ്: പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്നവരാരും രഹസ്യത്തിലൊന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നെങ്കിൽ ലോകത്തിൽ നിന്നെ തന്നെ വെളിപ്പെടുത്തുക. യോഹന്നാൻ സുവിശേഷം 7:4 വാക്യം. യേശുവിൻ്റെ സഹോദരന്മാർ അവന് വിശ്വസിക്കാത്തതുകൊണ്ട് ഇരുന്നല്ലോ അമ്മയുടെ സംരക്ഷണം യോഹന്നാനെ ഏൽപ്പിച്ചത്. പ്രതിസന്ധി ഘട്ടങ്ങളാകുമ്പോൾ സ്വന്തം ഭവനത്തിൽ നിന്നാണ് ആദ്യമേ സഹായം ലഭിക്കുന്നത്. അവരുടെ കൂട്ടായ്മയും യേശുവിന് ലഭിച്ചില്ല. യേശുവിൻ്റെ സ്വന്തം നാട്ടുകാരും അവനെ അംഗീകരിച്ചിരുന്നില്ല. അവർ പറഞ്ഞു: അവൻ തച്ചൻ്റെ മകനല്ലേ, അവൻ സഹോദരന്മാർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. വലിയ അവകാശവാദങ്ങൾ പുറപ്പെടുവിപ്പാൻ യേശുവിനുള്ള അവകാശം എന്താണെന്ന് എന്നവർ ചിന്തിച്ചു. ഒരു കാര്യം യേശു ഓർമ്മിപ്പിക്കുന്നുണ്ട്: പ്രവാചകന്മാരെ ഓരോരുത്തരെയും അവരുടെ കാലത്ത് അംഗീകരിക്കുന്ന പതിവില്ല. കർത്താവ് തന്നെ പറയുന്നുണ്ട്: ഒരു പ്രവാചകൻ തൻ്റെ പ്രതി നഗരത്തിലും ചാച്ചക്കാരുടെ ഇടയിലുമില്ലാതെ ബഹുമാനമില്ലാത്തവനല്ല. യേശു വളർന്ന നസ്രത്തിലെ അനുഭവം ഇതായിരുന്നുവെങ്കിൽ യെരുശലേമിലെ അനുഭവം വ്യത്യസ്തമായിരുന്നു. യെരുശലേമിനെ നോക്കി കർത്താവ് കണ്ണീർ വാർക്കുന്നുണ്ട്: യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്ന കല്ലെറിയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറങ്കി ചേർക്കും പോലെ നിൻ്റെ മക്കളെ എത്ര വണ്ണം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സിലായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലായില്ല. ലൂക്കോസ് സുവിശേഷം 11:34 വാക്യം. മനുഷ്യനെന്ന നിലയിൽ ലഭിക്കേണ്ടിരുന്ന സഹതാപം ഒരിടത്തും ലഭിച്ചില്ല. നാട്ടുകാർ ഉപേക്ഷിച്ചു. അമ്മയൊഴികളെ വീട്ടുകാർ ഉപേക്ഷിച്ചു. യേശു തിരഞ്ഞെടുത്ത് താൻ ആരംഭിച്ച ജോലി തുടരുന്നതിന് വേണ്ടി പരിശീലിപ്പിച്ച ശിഷ്യന്മാർ ഉപേക്ഷിച്ചു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അസാധാരണമായ ഏകാന്തത യേശുവിന് അനുഭവപ്പെട്ടെങ്കിൽ അത്ഭുതത്തിന് അവകാശമില്ല. തൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രധാന ഘട്ടങ്ങളും പിതാവിൻ്റെ അടുക്കലേക്ക് നോക്കുന്ന പതിവ് യേശുവിനുണ്ടായിരുന്നു. വലിയ ജോലി തിരക്കിനിടയിലും പിതാവിനോട് കൂടി ചെലവഴിക്കുന്ന യേശു സമയം ചെലവഴിച്ചിട്ടുണ്ട്. പിതാവിൻ മുഖം യേശുവിന് വളരെ യാഥാർത്ഥ്യമായിരുന്നു. മനുഷ്യനിൽ നിന്ന് ലഭിക്കേണ്ടതായ സഹതാപം ലഭിക്കാതെ വരുമ്പോൾ പിതാവിലേക്ക് തിരിക്കുക സ്വാഭാവികമാണ്. എന്നാൽ ഇപ്പോഴും പിതാവ് പോലും തന്നെ കൈവിട്ടുപോ എന്ന് തോന്നിപ്പോകുന്ന ഒരു വിധത്തിൽ പറഞ്ഞാൽ നിരാശയുടെ ആഴത്തിൽ നിന്ന് ഉയരുന്ന ശബ്ദമാണ്: ദൈവമേ, ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തെന്നുള്ളത്. ദൈവത്തോടു കൂടാതെയുള്ള ജീവിതം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വിശ്വാസപ്രമാണം ഒരുവിടാത്ത അവസ്ഥയെന്ന് ഉള്ളതല്ല. ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസപ്രമാണം എല്ലാവർക്കും കാണും. വിശ്വാസപ്രമാണത്തെ പേരിൽ തന്നെ ദൈവത്തെ നിഷേധിക്കുകയും സഹോദരന്മാരെ കൊന്നൊടുക്കുകയും ചെയ്ത അവസരങ്ങൾ ലോകചരിത്രത്തിൽ ചുരുക്കമല്ല. മതപീഡനങ്ങളും കുരിശുയുദ്ധങ്ങളും ഇതിന് ഉദാഹരണമാണ്. പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു യഥാർത്ഥമാണോ എന്നുള്ളതാണ്. സ്വന്തം സാഹചര്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ സൃഷ്ടാവുമായുള്ള ബന്ധത്തിൽ വസിക്കുന്നില്ലെങ്കിൽ ഈ സദസ്യം തന്നെ നഷ്ടപ്പെടുകയാണ്. ദൈവമായുള്ള ബന്ധത്തിൻ്റെ ഉരകല്ല് സഹോദരന്മാരോടുള്ള ബന്ധമാണ്. ഈ ബന്ധങ്ങളിൽ കരയ്ക്ക് പിടിച്ച മത്സ്യത്തിൻ്റെ അവസ്ഥയാണ് മനുഷ്യൻ്റേത്. ശാരീരികമായി അവൻ ജീവനുള്ളവനായിരിക്കാം, എന്നാൽ മാനസികമായി ആത്മീയമായും മനുഷ്യനല്ലാതായിത്തീരുന്നു. ആ അവസ്ഥയിലായിക്കഴിഞ്ഞാൽ അവനിൽ നിന്ന് എന്തും പ്രതീക്ഷിക്കാം. മനുഷ്യൻ്റെ ആ അവസ്ഥയുടെ നഗ്നരൂപമാണ് ക്രൂശിൽ കാണുന്നത്. ഒരു ദോഷവും ചെയ്യാത്തവനെ ക്രൂശിൽ കയറ്റി മനുഷ്യൻ പാവത്തിൽ ഫലം അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം കൈവിട്ടുവോ എന്ന് ദൈവത്തിന് പോലും ചിന്തിച്ചു പോയി. യേശു ഒരു പാവവും ചെയ്തിട്ടില്ല. എന്നാൽ പാവപങ്കിലമായ മനുഷ്യവർഗത്തോട് താതാത്മ്യം പ്രാപിച്ചതിൻ്റെ ഫലമായി ക്രിസ്തു നമുക്ക് വേണ്ടി പാവമായി തീർന്നു. മനുഷ്യവർഗത്തിൻ്റെ പാവത്തിൻ്റെ ഫലം അവർക്ക് വേണ്ടി താൻ അനുഭവിക്കുകയാണ്. അതിൻ്റെ കയ്പ് അനുഭവിച്ചപ്പോൾ യേശു പറഞ്ഞു: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്?